പ്രാപ്പോയിൽ BVJM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഉദ്ഘാടന യോഗത്തിൽ പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KV സ്വജി സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് KC ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി ഉദ്ഘാടനം ചെയ്തു. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ KI ശങ്കരൻ, മദർ PTA പ്രസിഡന്റ് ലീന അഭിലാഷ്, NSS പ്രോഗ്രാം ഓഫീസർ റോണി ഇഗ്നേഷ്യസ്, BVJM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ BP ജോസുകുട്ടി എന്നിവർ പ്രസംഗിച്ചു. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം അല്ലേ? സോഷ്യൽ സർവീസ് കേട്ടോ. സാമൂഹ്യ സേവനം നടത്തി അതുവഴി നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കാം. ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം തന്നെ സുസ്ഥിര വികസനം അല്ലേ? നല്ല സ്ഥിരമായ വികസനം. നമ്മുടെ നാടിന്റെ വികസനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞ ജവഹർലാൽ നെഹ്റു അവിടെ ഭക്താനങ്കെന്ന് രണ്ട് അണക്കെട്ടുണ്ടോ? ഭക്താനങ്കെന്ന് രണ്ട് അണക്കെട്ടിന്റെ ഉദ്ഘാടനം നടന്നൊരു വേളയില് അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു പ്രസംഗം ദൈവത്തിന് മേലൊക്കെ വലിയ തമ്മനടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം വന്ന് പറഞ്ഞ പ്രസംഗം പ്രസക്തമാണ്. എന്താ പറഞ്ഞറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ വരുന്ന എവിടെയാ? ഭക്താനങ്കല്ലേ? If anybody wants to see God, then come here. This is Sanctum of India. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരൂ. ഇതാണ് ഇന്ത്യയുടെ അതിഗോപ്യസ്ഥാനം. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ അണക്കെട്ടുകളുടെ ഉദ്ഘാടനത്തിൽ. ലക്ഷക്കണക്കിന് കൃഷിക്കാർക്ക് വെള്ളം കൊടുക്കുന്നു, കൃഷിഭൂമിയെ ഫലപുഷ്ടാക്കുന്നു, നാട് രക്ഷപ്പെടാൻ നടക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ ചിതാവസ്ഥ പത്രം ഒന്നും കാര്യം ധരിക്കാത്തതല്ലേ ഗാന്ധി? വസ്ത്രം ധരിക്കാത്തത് വസ്ത്രം ധരിക്കാതായോ ഗാന്ധി? എങ്ങനെ ഈ സ്കൂളിൽ വെച്ച് നടത്തുന്ന സപ്തദിന ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാടിനാണ്. പക്ഷേ 2024 NSS പെരുമ്പടവ് വോളണ്ടിയർമാർ ചെയ്ത ഒരു പ്രവൃത്തി അതുപോലെ ഒരു നാഴികക്കല്ലായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇത് 7 ദിവസങ്ങളിൽ ഈ നാടിന് ഓർക്കുന്ന 70 വർഷങ്ങളായി മാറ്റുവാൻ വേണ്ടി സാധിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. സംഘാഘോഷം വേദിയിലെ ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ, ഈ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായ NSS വോളണ്ടിയർമാരെ, 7 ദിവസത്തെ ക്യാമ്പ് നിങ്ങളുടെ വ്യക്തിത്വം ഉയർത്താൻ തീർച്ചയായും ഉപകരിക്കും. ഇവിടെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പിന്റെ ഉദ്ദേശങ്ങളും അതുപോലെ NSS എന്ന സന്നദ്ധ സംഘടനയെ പറ്റി വളരെ വിശദമായി ഉദ്ഘാടക ഭാഷണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായും NSS ഗീതത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റവും നല്ല സാഹോദര്യവും മതസാഹോദര്യവും മാനവികതയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരാൻ എനിക്ക് ക്യാമ്പ് വിശദീകരണമാണ്. അത് NSS പ്രോഗ്രാം ഓഫീസർ റോണി ഇഗ്നേഷ്യസ്, സ്കൂൾ പ്രിൻസിപ്പൽ. ഞാനിവിടെ ഏറെ അഭിമാനത്തോടെയാണ് നിൽക്കുക. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ച് ഈ നോബിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഒരു NSS ക്യാമ്പിന്റെ കാലത്ത് നടത്തുമ്പോൾ അത് ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും അതിന് പ്രാപ്തനാക്കിയത് ഇവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം തന്നെ ആയിരിക്കും. കാരണം ചെറുപ്പകാലത്ത് കിട്ടുന്ന അനുഭവങ്ങളിൽ ഒരുപക്ഷെ ഞാൻ ഈ സ്കൂളിൽ ടോപ്പറായി ഇവിടെ എന്നെ ഒരു വേദിയിൽ സംസാരിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് അത് എന്റെ പ്രസംഗം മുഴുമിപ്പിക്കാൻ പ്രശ്നമായിരുന്നു. കാരണം അങ്ങനെ അല്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് പുറകിലായിരുന്നു. പക്ഷെ അന്നും നമ്മൾ ഒരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും അവസരങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങൾ മുതലെടുക്കണം. അപ്പൊ അന്ന് പ്രസംഗമൊക്കെ നടത്തണം. നോട്ട് മീ ബട്ട് യു. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എല്ലാം വിശദമായി എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുകൊണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട്
പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം സാർത്ഥകമാകും. അതിന് NSS കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ഇവിടെ ആശംസിച്ചത് പ്രിയപ്പെട്ട സജി സാറാണ്. എന്റെ ജൂനിയറായി ജസ്റ്റിസ് ആള് വിളിച്ചതാണ്. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഹെഡായിട്ട് ഈ സ്ഥാപനത്തിൽ ഇപ്പോ നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ പറയുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ സമകാലീന ആദ്യ ബാച്ചുകളിൽ പഠിച്ച പല കുട്ടികളും ഇന്ന് നല്ല നിലയിൽ ജോലിയിൽ ഉണ്ട്. അതിന് പ്രാപ്തരാക്കിയത് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ബേസാണ്. ഗവൺമെന്റ് സ്കൂളാണെങ്കിലും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സൈസാർ ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഈ ക്യാമ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. സാറിനെയും സ്റ്റാഫിനെയും എല്ലാവരെയും ഈ ടീമിനെ ഞാൻ ഈ ഇത്തരണത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അധ്യക്ഷത അലങ്കരിച്ചിരിക്കുന്ന നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് KC ലക്ഷ്മണനും എന്റെ സീനിയറായിട്ട് ഇവിടെ പഠിച്ചതാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഈ നാട്ടിലെ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും PTA ഭാഗത്ത് നിന്ന് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. PTA പ്രസിഡന്റ് ശ്രീ KC ലക്ഷ്മണനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും NSS യൂണിറ്റിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ശങ്കരമാഷ് ഇവിടുത്തെ HM നമുക്ക് ഈ ക്യാമ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകിക്കൊണ്ട് സാർ നമ്മോടൊപ്പം കൂട്ട് നിൽക്കുന്നുണ്ട്. സാറിനോടും നമ്മുടെ യൂണിറ്റിന്റെ NSS യൂണിറ്റിന്റെ പേരിലും BVJ ഹയർ സെക്കൻഡറിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ PTA പ്രശ്നം നമുക്ക് എന്ത് ആവശ്യത്തിനും ഞങ്ങൾ എന്താണ് സബ് ജില്ലാ കലോത്സവം നടത്തി. അതിനൊക്കെ മുന്നിൽ നിന്ന് പ്രിൻസിപ്പലിനോടും HM സ്റ്റാഫിനോടും കൂടെ നിന്ന് കട്ടയ്ക്ക് അല്ല ഒരു പടി മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ഒരു PTA പ്രസിഡന്റാണ്. ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയ ഷാബു ആന്റണി ഇവിടെയും നമുക്ക് എല്ലാ സപ്പോർട്ടുമായിട്ടുണ്ട്. ഷാബുവിനോടും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ NSS യൂണിറ്റിന്റെയും BVJ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നന്ദി അറിയിക്കുക. അതുപോലെ നമുക്കറിയാം പ്രോഗ്രാം ഓഫീസർ റോണി സാർ കുറെ ദിവസങ്ങളായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റോണി സാറ് നമുക്കറിയാം ഒരു പ്രോഗ്രാം ഓഫീസർ ഞാനത് ആയിരുന്നതുകൊണ്ട് കൃത്യമായി എനിക്കറിയാം. സജി സാറ് ഞാനൊക്കെ പ്രോഗ്രാം ഓഫീസർമാരാണ്, മുൻ പ്രോഗ്രാം ഓഫീസർമാരാണ്. അതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. സാറും ഇതിനു വേണ്ടി ഒരുപാട് ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാർ ഈ ദിവസങ്ങൾ ഉറക്കളക്കണം, നിങ്ങൾക്ക് വേണ്ടി മെനക്കെടണം. ഞങ്ങളൊക്കെ കൂടെ കട്ടക്കിട്ട്, കാരണം ഞാൻ അയൽക്കാരുടെ കൂടെ. അപ്പൊ അതെന്തായാലും കൂടെയുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, റോണി സാറിനോടുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുകയാണ്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.